സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഇല്ലായിരുന്നു. സിനിമ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അതായത് ഡെയിലി ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പിന്നെ വീട്ടിൽ പോയിരുന്ന ചോറും കറിയും ഉണ്ടാക്കി പിള്ളേരെ നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വന്നപ്പം ഞാൻ പയ്യെ ഡിപ്രഷനിലേക്ക് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോഴാണ് ഓക്കെ ഞാൻ തിരിച്ച് സിനിമ ചെയ്യണം. മറ്റുള്ള ആൾക്കാർ എൻ്റെ കുട്ടികളുടെ ലൈഫ് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണോ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓക്കെ കട്ട്. ഇതാരും ഇല്ലെങ്കിലും എനിക്കിനിയും ജീവിക്കാൻ പറ്റും. ഇവരാരും ഇല്ലെങ്കിൽ എനിക്കിതിനി ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമയല്ല ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമാണ് ചെയ്യുന്നത്, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സർവൈവ് ചെയ്യും. മേജർ ചേഞ്ചസ് എല്ലാം എവറി 7 years. ഓക്കെ, ആ 7 year കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടൊരു ബുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ. Coming to this question about women, motherhood and work, ഇതൊരു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ചോദ്യം നമ്മൾ പലപ്പോഴും ആണുങ്ങളോട് ചോദിക്കില്ല. കാരണം വീട്ടിൽ കുഞ്ഞുങ്ങളെയും ഫാമിലിയും കാര്യങ്ങളും എല്ലാം നോക്കാൻ ഒരു വ്യക്തി, ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും, ആരെങ്കിലും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് സ്ട്രക്ചർ കാണും. ആണുങ്ങളുടെ കരിയർ പൊതുവേ ഇറ്റ് ഗോസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പക്ഷെ സ്ത്രീകളുടെ എപ്പോഴും മദർഹുഡ് അതൊക്കെ കരിയറിനെ ഒരു പക്ഷേ ഒരു സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റോയിൽ എത്തിക്കാൻ അതൊക്കെ മതി. സാൻഡ്രയുടെ മദർഹുഡ് ആൻഡ് ബീങ് എ മോം, അതെങ്ങനെയാണ് സാൻഡ്രയുടെ കരിയറിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? ആൻഡ് ഹൗ ഡു യു പുട്ട് ദീസ് ടു ടുഗെദർ? എനിക്ക് ഈ പറയുന്ന കുട്ടികൾ വന്നതിന് ശേഷം ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ എല്ലാത്തിലും എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. പിന്നെ എനിക്ക് ലൈഫിനോടുള്ളൊരു അപ്രോച്ച് മാറി, എല്ലാം എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നു. പിന്നെ ഈ കുട്ടികൾ വന്നതിന് ശേഷം അതൊരു ബാധ്യതയായി മാറിയും ആ കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ നല്ലൊരു അമ്മയായി മാറുക, ഇങ്ങനത്തെ ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു നല്ല അമ്മയാവാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കുട്ടികൾ ഇന്നതായി തീരണം, അങ്ങനെ ആവണം, എല്ലാ കാര്യത്തിലും എൻ്റെ നോട്ടം ചെല്ലണം, അങ്ങനെ ബോധർ ചെയ്യുന്ന ഒരാളേ അല്ല. അവർ കുഞ്ഞിലേ മുതലേ അവരവരുടെ കാര്യങ്ങൾ നോക്കി രണ്ടുപേരും ഇൻഡിപെൻഡൻ്റാണ്, എല്ലാ കാര്യങ്ങളും തന്നെത്താൻ നോക്കുന്നത്. അപ്പം എനിക്കത് കൊച്ചിനെ നോക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യതയായിട്ട് വന്നേയില്ല. ഇപ്പോഴും അവരെൻ്റെ കൂടെ, എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം വളരുന്നു, എൻ്റെ കൂടെ വളരുന്നു എന്നുള്ളതല്ലാതെ കുട്ടികളെ നോക്കുന്നത് ഒരു പ്രശ്നമായി വരികയോ അതെൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല. ഈ വളരെ അടുത്ത് പിള്ളേർ എന്നോട് പറഞ്ഞു, അമ്മ ഇനി സിനിമ ചെയ്യണ്ട, കുറച്ച് നാൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ? അമ്മ ഞങ്ങളോട് സംസാരിക്കുന്നതിന് പകരം ഫോണിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അമ്മ ഫോണിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കൊട്ട് കിട്ടി. ഓക്കെ, ഞാൻ അവർക്കുള്ളൊരു ടൈം ഞാൻ ഇതിന് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ അവരുടെ കൂടെ ഇപ്പം തന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുകയും ഭയങ്കര ഇതിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ഊട്ടിക്ക് അവരുടെ കൂടെ പോയിട്ട് വന്നു. അപ്പോൾ കാണുന്നവരാലോചിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ കടന്നിട്ട് ഇത് എങ്ങനെയാണ് ഊട്ടിയിലൊക്കെ പോയി കുതിരപ്പുറത്തും നടക്കുന്നു, എൻജോയ് ചെയ്ത് നടക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ അവർക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് അവരെയും ആവശ്യമുണ്ട്. അവർക്ക് എന്നെ ആവശ്യമുള്ള പോലെ തന്നെ എനിക്ക് അവരെ ആവശ്യമാണ്. കാര്യം അവരുടെ കംഫർട്ട്, അവരുടെ സ്നേഹം, അവരുടെ കെയർ, ഇതൊക്കെ എനിക്ക് ഒത്തിരി എനർജിയാണ്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യും, അവരുടെ കൂടെ പോവും. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവരുടെ കൂടെ ഒരു ട്രിപ്പെല്ലാം പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും ഓക്കെ ഇന്നത് ചെയ്യാം, ഇങ്ങനെ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് എന്താ സാൻഡ്രയുടെ? മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡാണ് എല്ലാത്തിനും. എൻ്റെ പ്രഷർ എന്താണെന്നറിയാം. ചില സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ വയലൻ്റ് ആവുന്നത്. ചില സമയത്ത് ഞാൻ ഭയങ്കര വയലൻ്റ് ആവുന്നപ്പം പുള്ളി ഓക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യം അത് മനസ്സിലാവും പുള്ളിക്ക് ഞാൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, എൻ്റെ ഇപ്പോഴത്തെ പ്രഷർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ പേരൻസ്, എൻ്റെ സിസ്റ്റർ, ഇവരൊക്കെ ഇപ്പം ഞാൻ ഒന്ന് തളർന്നു പോയാൽ ഇവരൊക്കെ എനിക്ക് എന്താ പറയുക എനർജി ബൂസ്റ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഞാനല്ലെങ്കിൽ എനിക്കെന്ത് പറ്റി, കാര്യം അവരൊക്കെ ഭയങ്കരമായിട്ട് കൂടെ നിന്നിട്ട് നമ്മുടെ അതുണ്ട്. എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജേർണി നമ്മൾ ഒറ്റയ്ക്കാണ്, എല്ലാ കാര്യങ്ങളും തന്നെയാണ്. എൻ്റെ ഡിസിഷൻസ് എല്ലാം ഞാൻ എല്ലാവരോടും ഡിസ്കസ് ചെയ്യുമെങ്കിലും ഫൈനൽ ഡിസിഷൻ എൻ്റെ തന്നെയായിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന ഒന്നും ആയിരിക്കില്ല ഞാൻ എടുക്കുന്നത്, എന്നാലും അഭിപ്രായം ചോദിക്കും.
ഞാൻ അതിൽ നിന്ന് സോർട്ട് ചെയ്തൊരു ആൻസറിലേക്ക് എത്തും. അതിനെനിക്ക് ഇവരെല്ലാം ആവശ്യമാണ്. എല്ലാവരുടെയും അഭിപ്രായം എടുക്കും, അവർ പറയുന്നത് ശരിയാണോ നോക്കും, തെറ്റാണോ നോക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞാനൊരു ഇത് വേണോ വേണ്ടയോ, ചിലപ്പോൾ ഞാൻ അവരൊന്നും പറഞ്ഞ ഒരു കാര്യമായിരിക്കില്ല ചെയ്യുക. പക്ഷേ അത് ഇതിലൊക്കെ വലുത് എനിക്കിപ്പോൾ പിള്ളേരാ എന്നുള്ളതാണ്. പിള്ളേരോട് പല കാര്യത്തിലും ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്. അവരോട് ചോദിക്കും. 6 വയസ്സേ ഉള്ളൂ. ചില കൊലുസും ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വർഷം ഒരു 5 വയസ്സേ ഉള്ളപ്പോൾ നമുക്ക് VFXന്റെ വർക്ക് തീർന്നില്ല. അപ്പോൾ റിലീസ് ഡേറ്റ് മാറ്റേണ്ടതായിട്ട് വന്നു VFX. അപ്പോൾ അവർ വന്ന് വീട്ടിൽ വന്നിരുന്നോണ്ട് ഇത് ഇപ്പം തീരത്തില്ല, ഒരുപാട് ടൈം എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ദേഷ്യം വന്ന്, കാര്യം റിലീസ് ഡേറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തെറ്റിപ്പോവും. അപ്പം ഞാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുക. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവരുടെ വർക്ക് തീരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചപ്പം ശരിയാ, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് തീരത്തില്ല, തീർന്നാലല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊരു 5 വയസ്സുള്ള കൊച്ചിൻ്റെ വായിന്നത് വരുമ്പോൾ അവർ ചില സമയത്ത് ഭയങ്കര, എന്നാൽ അവരുടെ ഒരു കുട്ടിത്വവും പോയിട്ടുമില്ല. നല്ല കുട്ടിത്തമുള്ള കുട്ടികളാണ്. കാര്യം അവർ അധികം TV കാണാറില്ല, പരസ്പരം കളിച്ചുകൊണ്ടിരിക്കുക, ഫോണില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ചില ലൈഫ് അഡ്വൈസസ് തരാറുണ്ട്. Is there any quality that you would like to change about yourself? ഇത്രയും നാളുള്ള ഒരു ജേർണിയിൽ വലിയൊരു, ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഫോൾ ഔട്ട് വിത്ത് വിജയ് ബാബു ഫിലിം ഫ്രൈഡേ ഫിലിംസ്, അതൊരു വലിയൊരു ലേണിംഗ് ലെസൺ ആയിരുന്നു എന്നെ സാൻഡ്രയ്ക്ക്. പേഴ്സണലി സ്പീക്കിംഗ്, എന്തായിരുന്നു ഏറ്റവും വലിയ ലെസൺ ഇൻ ദാറ്റ് എപ്പിസോഡ്? ഓരോ ലൈഫിൽ ഓരോ സെറ്റ് ബാക്ക് വരുമ്പോഴും അവിടുന്ന് ഒരു U-turn എടുക്കുന്നതെല്ലാം പിന്നെ ഞാൻ ഇച്ചിരൂടെ വലിയ നാഷണൽ ഹൈവേയിലോട്ടാണ് കയറാറുള്ളൂ. അപ്പോൾ എനിക്കിത് അതെല്ലാം പോസിറ്റീവായിട്ടേ പിന്നീട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പല വിധത്തിലുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് തന്നെ എല്ലാവരും വിചാരിക്കണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ മറ്റുള്ളവർ നമുക്ക് തരണമെന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ കാരണം നിങ്ങളുടെ വളരെ കുറേ വർഷങ്ങളുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഫ്രം ഐ തിങ്ക് സാൻഡ്ര സ്റ്റാർട്ട് ഓഫ് ചെയ്ത സമയം മുതലേ ഒരു ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ അതിലൊരു ട്രസ്റ്റ് എലിമെന്റ് ഉണ്ട്, അതിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ആണ്. അപ്പം ഇത് അതൊരു വെറും ബിസിനസ് പാർട്ട്ണർഷിപ്പ് അല്ല. സോ ഫോർ ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ഹേർട്ട് യു എ ലോട്ട് ആസ് എ പേഴ്സൺ. ആൻഡ് വാട്ട് ഡിഡ് യു ടേക്ക് ഫ്രം ദാറ്റ്? അത് കുറേ നാൾ അതിൻ്റെ ഒരു ട്രോമ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു റിലേഷൻഷിപ്പ് പോയതിൽ, ബിക്കോസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു വിജയും ഞാനും തമ്മിൽ പല കാര്യത്തിലും. കാര്യം നമ്മൾ പല ബിസിനസ് മീറ്റിങ്ങുകളിൽ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു നോട്ടത്തിലോ അല്ലെ ഒരു ചെറിയ ചില ഇതിൽ വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണ് വേണ്ട, ഒരു ഡീലൊക്കെ സംസാരിക്കാൻ നേരത്ത് നമുക്ക് വർത്താനം പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അത്രയും നമ്മൾ തമ്മിൽ അത്രയും ഐക്യം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇതെല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. അതായത് ഒരു വഴക്കും അവിടെ നിന്നൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും വലിയ മീഡിയ അറ്റൻഷൻ കിട്ടുകയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും തകർന്നുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഇല്ലായിരുന്നു. സിനിമ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് ഡെയിലി ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പിന്നെ വീട്ടിൽ പോയിരുന്ന ചോറും കറിയും ഉണ്ടാക്കി പിള്ളേരെ നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് വന്നപ്പം ഞാൻ പയ്യെ ഡിപ്രഷനിലേക്ക് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോഴാണ് ഓക്കെ ഞാൻ തിരിച്ച് സിനിമ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് വന്നത്. ഇപ്പം ഞാൻ അതിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ ഇവോൾവായി എന്ന് വേണം പറയാനായിട്ട്. ഞാൻ കുറച്ചും കൂടെ എൻ്റെ ലൈഫിനോടുള്ള അപ്രോച്ചൊക്കെ മാറി ആ ഇൻസിഡൻറ്റിന് ശേഷം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണ് എന്നെനിക്ക്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു 3-4 കാര്യങ്ങളാണ്. ഒന്ന് ഫ്രണ്ട്ഷിപ്പ്, ഒന്ന് ഫോർഗിവ്നെസ്, ഒന്ന് പിന്നെ ടു ഹെൽപ്പ് സംബഡി. നമുക്ക് ഭയങ്കര അൺകണ്ടീഷണൽ ആയിട്ടുള്ള എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഒരാളോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, അല്ല നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, പിന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ക്ഷമിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്
അതിന് ശേഷമാണ്, ആ ഇൻസിഡൻറ്റിന് ശേഷമാണ് പിന്നെ ഞാൻ പലരുടെയും പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുമ്പം അവർ വിട്ടുകള, അവരോട് ക്ഷമിച്ച് കള, പോട്ടെ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും അത് കഴിയുമ്പോൾ. അത് ആ സമാധാനത്തിൽ നിന്നാണ് ആ സന്തോഷത്തിലേക്ക് വരിക. അപ്പം ഞാൻ ആ ഇഷ്യൂ നടക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നം നടക്കുന്ന സമയത്തും മീഡിയയിലൊക്കെ ഭയങ്കര ന്യൂസ് ആവുന്ന സമയത്തും ഞാൻ ആക്ച്വലി പ്രാർത്ഥിക്കുന്നത് വിജയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ലത് എടുത്തത്. അപ്പം ഞാൻ ആലോചിക്കും ഞാനെന്താ വല്ല സെയിൻ്റ് ആണോ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ എനിക്ക് തന്നെ ഡൗട്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, നമ്മൾ ആളുകളോട് ക്ഷമിക്കുമ്പോഴും അവർ ചെയ്ത തെറ്റിനെ നമ്മൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള റിയൽ ഹാപ്പിനെസ് കിട്ടുന്നത്. അല്ലാതെ പൈസയോ ഫെയിമോ ഇതൊന്നും അല്ല സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുമ്പോൾ, അറിഞ്ഞുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, മറ്റുള്ള ഒരാളെ സഹായിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ പ്രൊഡ്യൂസർ സാൻഡ്ര തോമസ് ഒന്ന് ഇടയ്ക്കൊന്ന് മാറ്റിപ്പിടിക്കാം. തങ്കു കുലൂസിൻ്റെ അമ്മ, അത് യൂട്യൂബ് ചാനലിലൂടെയാണ് എല്ലാവരും തങ്കുവിനെയും കുലൂസിനെയും ശരിക്കും അടുത്തറിയണം. സാൻഡ്രയ്ക്ക് ആ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ഫേസ്, അതെങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരെയൊക്കെ വളരെ പുച്ഛത്തോടെ കണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ നമ്മൾ ആ കോവിഡിൻ്റെ തുടക്കത്തിലൊക്കെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പം എല്ലാവരും മുക്കിന് തുടങ്ങിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്തിട്ട് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഞാൻ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് പറഞ്ഞു നിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്തു, അപ്പം എനിക്കൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുമല്ലോ, അപ്പം അവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തു തരാൻ പറഞ്ഞു. ഞാനാണ് നല്ല തടിച്ചിട്ടും ഇരിക്കുക, അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്നെ കാണിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ പിള്ളേരുടെ ഒരു വീഡിയോ ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിള്ളേർ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ മാങ്ങ പെറുക്കി ജാം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ്, അവർക്കപ്പോൾ ഇത്ര 1.5 വയസ്സ് 2 വയസ്സാവുന്നേ ഉള്ളൂ, 2 വയസ്സായിട്ടില്ല, അത്രേ ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആദ്യം ഞാൻ അവൾക്ക് ചെയ്ത് അയച്ചു വിട്ടു. ഇതങ്ങോട്ട് ഇട്ടതും അതങ്ങ് വൈറലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര റീച്ചായി. പിള്ളേരുടെ നടപ്പും നിപ്പും മാങ്ങ തന്നെ പറിക്കുന്നതും ഉണ്ടാക്കുന്നതും അതിനൊരു ഇത് കിട്ടിയപ്പോഴേക്കും അവള് പറഞ്ഞു, ഒരു വീഡിയോ കൂടെ ചെയ്യുക, അതിന് അത്യാവശ്യം ഇത് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പിള്ളേർ വേറെ എന്തോ ചെയ്യുന്നത്, എന്തോ കളിക്കുന്നതോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇതിന് ഓഡിയൻസ് വരാൻ തുടങ്ങി, കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ കോവിഡ് അങ്ങോട്ട് തുടങ്ങി. കോവിഡ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പലരും മറ്റേ ക്വാറന്റൈനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് വീഡിയോസ് കാണാൻ തുടങ്ങി. ഈ ക്വാറന്റൈനിലിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, അവരുടെ വർത്താനം, അവരുടെ കൊച്ചു പിള്ളേരുടെ ഭയങ്കര റിലീഫായിരുന്നു അവർക്കൊക്കെ. അപ്പോൾ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടുമായിരുന്നു ആദ്യം. സ്റ്റോറി ഇട്ടപ്പം ആൾക്കാർ മെസ്സേജ് 24 hours കഴിയുമ്പോൾ ഇത് പോവുക, ഇതൊന്ന് യൂട്യൂബിലാക്കി ഇടുവോ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതായത് എന്നെ ഞെട്ടിച്ചത്, ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ അതിൽ നിന്ന് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ ലൈഫ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി പേര്. അതെനിക്ക് ആദ്യം അതൊരു ഞെട്ടലായിട്ട് തോന്നിയെങ്കിലും പിന്നെ അതെനിക്ക് ശീലമായി എന്നുള്ളതാണ്. അത് ഒത്തിരി പേരാണ് എൻ്റെ പിള്ളേരെ കണ്ട് അവരുടെ ഡിപ്രഷനിൽ നിന്ന് അവർ മാറി, പിള്ളേരെ തന്നെ കണ്ട് പലരും ഉണ്ട്, ക്യാൻസർ ആയിട്ടിരുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ. എൻ്റെ പിള്ളേർ പോസിറ്റീവ്ലി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, ഓക്കെ അതൊരു നല്ല കാര്യമാണല്ലോ, പോസിറ്റീവായിട്ടാണല്ലോ എൻ്റെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാനതൊരു സ്ഥിരമായിട്ടൊക്കെ ഇടാൻ നോക്കി. പിന്നെ അതിൽ നിന്ന് റവന്യൂ വരാൻ തുടങ്ങി. വരാൻ തുടങ്ങിയപ്പോൾ ഓക്കെ, നമുക്ക് ഫിനാൻഷ്യലിയും ഗുണമുണ്ട്, ഇത് ആളുകളും അത് ഭയങ്കരമായിട്ട്, പിള്ളേരോട് ഭയങ്കരമായ സ്നേഹം, പിള്ളേരോട് മാത്രമല്ല എന്നോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും സ്നേഹം. പിന്നെ അത്രയും നാൾ ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റി ആയിട്ട് കണ്ടിരുന്നത് ഭയങ്കര അങ്ങനെ ആയിരുന്നൊരു സാധനമാണ് എൻ്റെ സൗണ്ട്. എനിക്ക് ആമേനിലൊക്കെ എൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര കിളിനാദം പോലെയൊക്കെ ആയിരുന്നു തോന്നുന്നത്. ആമേനിൽ എൻ്റെ സൗണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട്. അത് കാരണം ഞാൻ സക്രിയയുടെ ഗർഭിണികൾ ചെയ്തപ്പോൾ വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് ഭയങ്കര കുഞ്ഞു പിള്ളേരുടെ സൗണ്ട് പോലെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒട്ടും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ പയ്യെ ആളുകൾ എൻ്റെ സൗണ്ടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാം കൊണ്ട് ഒരു പ്ലസ്. പക്ഷേ എന്താ നിർത്തിയത്? പിന്നെ നിർത്താൻ കാര്യം ഇത് ഇപ്പം സീരിയൽ കാണുന്ന പോലെ ആയി. ആളുകൾ സ്ഥിരമായ ഓഡിയൻസായി, സ്ഥിരമായിട്ട് അവർക്ക് ആ കറക്റ്റ് ടൈമിൽ രാവിലെ 7 മണിക്ക് പിന്നെ പിള്ളേരുടെ വീഡിയോ കാണണം. എങ്ങനെ പോയാലും ഒരു 2 lakhs വ്യൂസ് വരുക.
അതെന്തായാലും അവർ കാണുന്നുണ്ട്, എന്തായാലും കാണും. അപ്പോൾ അവർക്ക് ഇന്നെന്താ ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ എല്ലാവരും മെസ്സേജ് അയക്കാൻ തുടങ്ങും, എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പം എനിക്കത് ആ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടലുമായി. സ്നേഹം ഒരു തരത്തിൽ നല്ലതാണ്, കാര്യം എൻ്റെ പിള്ളേരെ ആൾക്കാർ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു. ആരാരെ ഒരാൾക്ക് ഇന്ന കുഴപ്പമുണ്ട്, ഒരാൾക്ക് ഇന്ന കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണുന്നേക്കാൾ മുമ്പ് അവർ കാണുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും പലതും നെഗറ്റീവായിട്ടും വരാൻ തുടങ്ങി. പല കാര്യങ്ങൾ ഇപ്പം ഇവർക്ക് തന്നെ, പിള്ളേർക്ക് തന്നെ തോന്നാൻ തുടങ്ങി ഞാൻ എന്തോ സംഭവമാണ്. ഇപ്പം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം ആൾക്കാർ ഓടി വന്നിട്ട് തങ്കക്കുലിസേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് അറിയില്ല, കുച്ചുമ്പിയേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പോലെയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒരു പൊതു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ ഓടി വന്നിട്ട് അവര് പരിസരം മറന്നാ സംസാരിക്കുന്നത്. ഒരു കൂടെ ഒന്ന് കുച്ചുമ്പായേ എന്നൊക്കെ വിളിച്ച് തങ്കക്കുട്ടിയെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവരും പിള്ളേരും ഇങ്ങനെ ഓക്കെ ഞാൻ എന്തുവാണ്, എന്നെ എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വരാൻ തുടങ്ങി. അപ്പം ഇതവരെ പിന്നെ അതൊരു ഭാരമായി മാറുമോ എന്നെനിക്കൊരു ടെൻഷനായി. ആളുകൾ ഇവരെപ്പോഴും നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇവർ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇവർ ഇന്ന സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ ആളുകൾക്കൊരു ഇത് വരാൻ തുടങ്ങി. മറ്റുള്ള ആൾക്കാർ എൻ്റെ കുട്ടികളുടെ ലൈഫ് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണോ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓക്കെ കട്ട്. അവിടെ പൈസയോ അതൊന്നും അല്ല വലുത്, അവർക്ക് അവരുടെ ഫ്രീഡം കൊടുക്കുക, അവരായിട്ട് വളരാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ അവരറിയാതെയാ പല അവരിരുന്ന് സംസാരിക്കുന്നതും അവർ കളിക്കുന്നതും ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഹസ്ബൻഡ് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു ഇത് ചെയ്യുന്നതിനോട്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് 24 മണിക്കൂറിൽ നമ്മുടെ ഒരു 10 മിനിറ്റാണ് ഞാൻ എടുത്ത ആളുകളെ കാണിക്കുന്നത്. അപ്പോൾ അവരെവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ക്യാമറ പിടിച്ചിങ്ങനെ ഇരിക്കും, അവരും അറിയുന്നില്ല ഞാനിത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അത് വലിയ എഡിറ്റോ കാര്യമോ ഒന്നുമില്ല, ഇത് അങ്ങനെ തന്നെ എടുത്ത് യൂട്യൂബിലേക്ക് ഇടുന്നു. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പക്ഷെ ഞാനത് പിള്ളേരെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഓൺ ദാറ്റ് ജംഗ്ഷൻ വിൽ പ്ലേ എ സ്മോൾ ഗെയിം. ഓക്കെ. ഏതെങ്കിലും ഒരു കാർഡ്. ദിസ് ഇസ് വാനസാസ് കാർഡ്സ്. എന്താ ഇത്? ലോഗ് ഓഫ് റീസ്റ്റാർട്ട്. ലോഗ് ഓഫ് റീസ്റ്റാർട്ട്. ഏതാണ് ലോഗ് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ലോഗ് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശമുള്ള കാര്യം എന്താണ്? സിനിമയായിരുന്നു, അത് ചെയ്യുകയും ചെയ്തു. എന്ത് കാര്യങ്ങളോടാണ് നോ പറയണത്? ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു ബയസ് അല്ല കോൺസെപ്റ്റ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലെല്ലാം ഞാൻ ബയറാണ്. എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വേണം, എന്ത് വേണ്ട, ആര് വേണം, ആര് വേണ്ട, എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് വേണം, ഇതിലൊക്കെ ഞാൻ ബയറാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആരെൻ്റെ ലൈഫിലേക്ക് വേണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. അല്ലാതെ എന്നെ സ്നേഹിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സെല്ല് ചെയ്യാൻ, എന്നെ മാർക്കറ്റ് ചെയ്യാനോ പോവില്ല. അതെൻ്റെ പിള്ളേർക്ക് ഞാൻ അതേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഒരിക്കലും നമ്മളെ മാർക്കറ്റ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ബയറായിട്ട് നിൽക്കുക വേണ്ടേ. പക്ഷേ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാനൊരു സെല്ലറാണ്. ഈ ബൈയിങ് ഒരു ആർട്ടും സെല്ലിങ് ഒരു ടാലൻറ്റുമാണ്. അതായത് ഒരേ കോൺസെപ്റ്റ് തന്നെ ലൈഫിലൊന്നും ബിസിനസ്സിൽ വേറൊന്നുമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. What is going to happen? What is going to happen? I'm going to write a book. You're going to write a book? Yes. ശരിക്കും? Yes. എപ്പോഴാണ് തുടങ്ങാൻ പോണേ? കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി. നോൺ ഫിക്ഷനാ. നോൺ ഫിക്ഷൻ ആണ്. അതായത് ഞാൻ ബയോഗ്രഫി മോഡലോ? ബയോഗ്രഫി ഒന്നും അല്ല, ഓട്ടോബയോഗ്രഫി ഒന്നും അല്ല. ഞാൻ എൻ്റെ ലൈഫിനെ തന്നെ ഞാൻ ഒരു 7 years ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ 7 yearsലും എനിക്ക് ഭയങ്കര ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിലും നടക്കുന്നുണ്ട്. എവറി 7 years. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. യെസ്. എവറി 7 years നമ്മളെടുത്ത് ഈ നോക്കിക്കഴിഞ്ഞാൽ മേജർ ചേഞ്ചസ് എല്ലാം എവറി 7 years. ഓക്കെ. ആ 7 year കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. എടുത്തടിക്ക് പറയണ ആളായതുകൊണ്ട് അതൊരു വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ പോകാറുണ്ടോ? മീൻസ് ഐ ഹാവ് സീൻ സോ മെനി ഇൻസ്റ്റൻസസ് ആൻഡ് വി ഹാവ് സ്പോക്കൺ അബൌട്ട് സോ മെനി ഇൻസ്റ്റൻസസ് വേർ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് നമ്മളൊരു കാര്യം പറയുമ്പോൾ വാട്ട് വിൽ ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടാവുമോ? ഫോർ ഇൻസ്റ്റൻസ് ഈവൻ ഷെയ്ൻ്റെ കാര്യത്തിലാണെങ്കിലും ഷെയ്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പല കാര്യങ്ങളും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാൻഡ്ര
is very outspoken and he was also spoken. അപ്പോൾ what will happen എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ടോ മനസ്സിൽ? ഇല്ല, ഞാൻ ആ സമയത്ത് എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അതാണ് പറയാറും ചെയ്യാറുമുള്ളത്. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യാറുമില്ല, അതിൻ്റെ റിപ്പർക്കഷനെ കുറിച്ച് ആലോചിക്കാറുമില്ല. എനിക്ക് എന്താണോ ആ മൊമെൻറ്റിൽ ശരിയായിട്ട് തോന്നിയത് ഞാൻ അത് പറയുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് അന്ന് അതായിരുന്നു ശരി. എനിക്കത് എല്ലാവരും കൂടി ഒരു പൊതുവിചാരണയ്ക്ക് കൊണ്ടൊരു പയ്യനെ കൊണ്ട് ഇരുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ലായിരുന്നു. അത് ഞാൻ പറയുകയും ചെയ്തു. ഷെയ്ൻ അതിനെക്കുറിച്ച് എന്താണ് സാൻഡ്രയോട് സംസാരിച്ചത്? നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. ഇല്ല. ഞാനിത് പറഞ്ഞതിന് ശേഷം, ഞാനിത് പബ്ലിക്കായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതിന് ശേഷം ഇതെവിടുന്നു ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഷെയ്ൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരാളെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ ആൻറ്റി, ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സാൻഡ്രയോട് എന്നും ഞങ്ങൾക്ക് അതിന് നന്ദി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനല്ല ആൻറ്റി ഞാനത് പറഞ്ഞത്. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിൻ്റെ പേരിൽ എനിക്ക് പിന്നീട് ഒരു ഉപകാരവും വേണ്ട. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. പക്ഷെ പലപ്പോഴും യു റബ് പീപ്പിൾ ഓഫ് ദ റോങ് വേ. പല ആൾക്കാർക്കും പലതരത്തിലുള്ള പരിഭവങ്ങളും ദേഷ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞ് വേറൊരാളെ ഹേർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവർ പറഞ്ഞതായി പോവും ശരി. ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് സത്യമായി മാറും. ചുറ്റും നിൽക്കുന്നവരെല്ലാം അതേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാരും മുന്നിൽ നിന്നാലും എനിക്കങ്ങനെ ഒരു പേടി. ഞാൻ സ്വന്തമായിട്ട് വളർന്നു വന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ ഒരു പ്ലസ് ആയിരിക്കാം. ഇതാരും ഇല്ലെങ്കിലും എനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റും. ഇവരാരും ഇല്ലെങ്കിലും എനിക്കിതിനി ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമയല്ല ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമാണ് ചെയ്യുന്നത്, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സർവൈവ് ചെയ്യും. അത് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ ലൈഫിൻ്റെ ജേർണി നമ്മൾ ഒറ്റയ്ക്കാണ്. അതിൻ്റെ ഇടയിൽ പല ആൾക്കാരുണ്ട്, ഹസ്ബൻഡുണ്ട്, പേരൻസ് ഉണ്ട്, മക്കളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ ജേർണിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പം അത് എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടുക തന്നെ. ത്രൂ യുവർ സെൽഫ് ഫുള്ളി ഇൻ ടു ഇറ്റ്. ഏതെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ ഇപ്പോഴും ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഞാൻ കംപ്ലീറ്റ്ലി അത് ടേക്ക് ഓൺ ചെയ്തിട്ടില്ല, ബുക്കല്ലാതെ? ബുക്കാണ് ഒരുപാട് നാളായിട്ട് എനിക്ക് പറയണം എന്ന് തോന്നിയ ബുക്ക്, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണം എന്നായിരുന്നു ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനം. ചെയ്യാതെ മടിച്ച് നിൽക്കുന്നൊരു കാര്യം ഇത് തന്നെയാണ്. ഓൾവേസ്. വാട്ട് ഡസ് ഓൾവേസ് മീൻ ടു യു? ഓൾവേസ് ഹോണസ്റ്റ്. മരിക്കുന്നോടം വരെ സത്യസന്ധമായിട്ട് ജെന്യുവിനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ചുറ്റും നിൽക്കുന്നവരും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെ വിശ്വസിക്കാൻ പറ്റാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓൾവേസ് ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഞാൻ എന്നെയും പറ്റിക്കുകയല്ല, ചുറ്റും നിൽക്കുന്നവരെയും പറ്റിക്കാറില്ല. ജെന്യുവിനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചില സമയത്ത് ആളുകൾക്ക്, ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് അതായതുകൊണ്ട്. പക്ഷെ അതവിടെ കഴിഞ്ഞു. ഞാനത് എടുത്തുകൊണ്ട് പോവാറില്ല. ഞാൻ അവരോടൊരു ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാറില്ല. അതല്ലേ ഓർത്ത് വെച്ച് അവരെന്നോട് ഇങ്ങനെ പെരുമാറിയതാണല്ലോ, അങ്ങനെയൊന്നുമില്ല. സാൻഡ്ര, ഇപ്പോൾ ഈയിടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു ഫ്രണ്ട്, ഒരു ആക്ടർ ഒരു കാര്യം ചോദിച്ചു, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ, അമ്മ, മകൾ എന്നുള്ള റോൾസ് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാൻഡ്ര ആരാണ് എന്നുള്ളൊരു ചോദ്യം. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഐ ആം ഡാഷ് പൂരിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും സാൻഡ്ര അവിടെ ഉപയോഗിക്കുക? ഞാൻ ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത് അത്. ഞാൻ ഭയങ്കര ലോസ്റ്റാണ്. എന്നാൽ ഞാൻ അതേപോലെ അറ്റാച്ച്ഡുമാണ്. ഞാൻ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡാണ്, ഞാൻ അതേപോലെ ഡിറ്റാച്ച്ഡുമാണ്. എന്താണെന്നൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല സത്യത്തിൽ. ശരിക്കുമുള്ള എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് എനിക്കും അറിയില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതാണ് ആ കുട്ടി എന്നോടത് ചോദിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയതും ഞാൻ സ്റ്റക്കായതും എല്ലാം അതുകൊണ്ടാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും പാസ്റ്റ് ട്രോമാസോ അല്ല എന്താ റീസൺ എനിക്കറിയില്ല. പലപ്പോഴും ഞാനതൊന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം, എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മകളില്ല.
കാര്യം എൻ്റെ പ്ലസ്സും മൈനസും എനിക്കത് തന്നെയാണ്, ഓർമ്മകളില്ലാത്തതാണ്. എന്നുവെച്ചാൽ പല കാര്യങ്ങളും ഞാൻ മറന്നു പോകും. ഭയങ്കര നല്ല മെമ്മറി ആയിരിക്കാം, പക്ഷെ ഞാനത് മറന്നു പോകും. ചിലപ്പോൾ ഭയങ്കര ഹേർട്ടായേക്കുന്ന മെമ്മറി ആയിരിക്കാം, അതും മറന്നു പോകും. അത് ഭയങ്കര അനുഗ്രഹമാണ് സത്യത്തിൽ. ഞാൻ ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ആഷിക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മകളാണ് എനിക്ക് ഏറ്റവും. വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് ഫിയർ? ഞാൻ ചോദിച്ചത് ഹാപ്പിനെസ് പ്രോജക്റ്റ്. അതെ, അത് തന്നെ. അത് ശരിക്കും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ടായിരിക്കും ബുക്ക് എഴുതുന്നത്. സോ എനിവേ, ഇത് ഈ ഓർമ്മ ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ. നമ്മുടെ ഷോയിൽ വന്നതും ഈ ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഫ്രം അവർ സൈഡ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഫ്രം എ ബ്രാൻഡ് കോൾ തേങ്ങ. ഒരു തേങ്ങയുടെ ചിരട്ട വെച്ചിട്ട് യു ഹാവ് എ സുബോൾ കാൻഡിൽ. വലിയ ചിരട്ടയാണല്ലോ. അതെ, വലിയ സൂപ്പ് കുടിക്കുക. അല്ല, ഇത്രയും വലിയ തേങ്ങയുണ്ടോ? എനിക്കറിയില്ല അവരെങ്ങനെയുണ്ടാക്കും. അപ്പൊ തേങ്ങയുടെ വലിപ്പം ഇത്ര ആയില്ലേ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. Thank you, Sandra. And all of you people, please subscribe and hit that bell icon and share. Thank you. Thank you so much. Thank you.